ഹായ്, ഞാൻ ഡോക്ടർ ഡൈന. ഞാൻ അശ്വിനി ഡയഗ്നോസിസ് കൺസൾട്ടൻറ്റ് ബയോകെമിസ്ട്രി ആയി വർക്ക് ചെയ്യുന്നു. ഇന്ന് ലോക പ്രമേഹ ദിനം, വേൾഡ് ഡയബറ്റീസ് ഡേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡയബറ്റീസ്, അതെന്താണ്, അതിൻ്റെ സങ്കീർണതകൾ, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഞങ്ങളെ ഹെൽത്ത് ചെക്കപ്പിന് വന്ന ഒരു പേഷ്യൻ്റെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അദ്ദേഹം ഒരു 60-year-old മെയിൽ പേഷ്യൻ്റാണ്. റെഗുലറായ ഹെൽത്ത് ചെക്കപ്പിന് വന്നതാണ്. പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറഞ്ഞില്ല, എങ്കിലും വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞ 2 കംപ്ലയിൻസ് ആണ്. കൈക്കും കാലിനും നല്ല തരിപ്പുണ്ട്, യൂറിൻ പാസ് ചെയ്യുമ്പം പത പോലെ പോകുന്നു എന്നുള്ളത്. പക്ഷേ ഡയബറ്റിക് ചേഞ്ചസ്, അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ ഒരു 3 വർഷം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹൈ ആയി കണ്ടിട്ടുണ്ട്. പിന്നെ ഇവർ അതിന് ഫോളോ അപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്തപ്പം 150/100. അവർ ലാബ് റിപ്പോർട്ട്സ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് HbA1c 10.1, ഫാസ്റ്റിംഗ് ഷുഗർ 260, യൂറിൻ മൈക്രോ ആൽബുമിൻ 271 ആൻഡ് യൂറിനിലും ഷുഗർ 1.5% പ്രസൻ്റ് ആണ്. ഏതൊരാൾക്കും ഫാസ്റ്റിംഗ് ഷുഗർ 260 എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഓക്കെ, ആദ്യം മനസ്സിലോടി വരുന്നത് എന്താ? ഡയബറ്റിസ്. അത് തന്നെയാണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്കും, ഡയബറ്റിസ്. ഫസ്റ്റ് നമ്മളൊരു രോഗത്തെ ഇത്രയേറെ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസീസ് ബേർഡൻ അത്ര അധികമാണ്. ഡിസീസ് ബേർഡൻ ഓഫ് ഡയബറ്റിസ് പറഞ്ഞു കഴിഞ്ഞാൽ 537 million അറൗണ്ട് ദ വേൾഡ് ഇസ് റിയലി സ്ട്രഗ്ലിംഗ് വിത്ത് ദിസ് ഡിസീസ് ഓഫ് ഡയബറ്റീസ്. നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് താഴെ കൊടുത്തത്. ഇറ്റ്സ് ലൈക്ക് 2019 ഡേറ്റയാണെങ്കിൽ 77 million പീപ്പിൾ ഇൻ ഇന്ത്യ ആർ ലിവിങ് വിത്ത് ഡയബറ്റിസ്. ആൻഡ് അവർ ഡേറ്റ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തതാണ് 2030 2045. സോ ഇറ്റ്സ് ലൈക്ക് 134 million Indians are really going to struggle with this disease of diabetes by 2045. ശരിക്കും നോക്കിയാൽ നമ്മൾ ഏതൊരു ഗ്യാതറിങ്ങിലും ഒരു 10 പേര് ഒരുമിച്ചിരുന്ന ഏത് ഡിസ്കഷനിലും എന്താ മരുന്ന് കഴിക്കുന്നത്, ഷുഗറിന് കഴിക്കുന്നുണ്ടോ, പ്രഷറിന് കഴിക്കുന്നുണ്ടോ? സോ 1 in every 10 is really diabetic. Now, diabetes is a silent killer. നമ്മൾ ബാക്കി പല രോഗങ്ങൾ ഇത്രയേറെ ശ്രദ്ധ നമ്മൾ കൊടുക്കാത്തതിൻ്റെ റീസൺ ഡയബറ്റിസ് അത്ര അധികം ബോഡിയിലെ ഒരു ഓർഗനെ പോലും സ്പെയർ ചെയ്യാത്തക്ക വിധം ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് റൈറ്റ് ഫ്രം യുവർ ബ്രെയിൻ ടു എവറിത്തിങ്, യുവർ ബോൺസ്, യുവർ ലിവർ, ഹാർട്ട്, യുവർ ഐസ്, പിന്നെ എന്താ കിഡ്നി, നത്തിങ് ഇസ് സ്പെയർഡ് ബിക്കോസ് ഓഫ് ദിസ് ഡിസീസ് ഓഫ് ഡയബറ്റിസ്. ഇനി ഡയബറ്റിസ് നമുക്ക് ജനറലി 3 തരമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പല വേറെ തരങ്ങളുണ്ടെങ്കിലും മെയിൻലി 3 തരം: ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ജനറലി ഒരു എന്താ പറയുക, ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആൾക്കാരാണ്. ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഇൻ ദ സെൻസ് അവരുടെ ബോഡി ലാക്സ് ഇൻസുലിൻ, അവർ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം നമുക്കറിയാം ഇൻസുലിൻ എവിടെ നിന്നാണ്? യൂഷ്വലി ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ്. സോ പാൻക്രിയാസ്, ഇൻസുലിൻ്റെ റോൾ എന്താണ്? ഗ്ലൂക്കോസ് അപ്ടേക്ക്, ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ ബോഡീനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. സോ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനേ ടൈപ്പ് 1 ഡയബറ്റിസ് ആൾക്കാർക്കില്ല. അപ്പം അതാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. സോ അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ തന്നെയാണ്. So in type 1 diabetes, there is an absence or a very less presence of insulin, which leads to diabetes. Now what about the type 2? Type 2 ഡയബറ്റീസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് ഇൻസുലിൻ പ്രൊഡക്ഷനൊക്കെ ആക്ച്വലി ഉണ്ട്, പക്ഷെ അവരെ സെൽസ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. അതായത് അവരെ സെല്ല് ഇൻസുലിൻ ആക്ട് ചെയ്യാൻ അവരെ സെല്ല് അതിൻ്റെ വർക്കിംഗ് ചെയ്യില്ല. അതായത് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും, അതായത് നമ്മൾ ബോഡിയിൽ ഇതിൻ്റെ ഫങ്ഷൻ, നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ബോഡി ചെന്ന് ഷുഗറായി മാറുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ്. ആ ഗ്ലൂക്കോസ് ബോഡിയിൽ എത്തുമ്പോൾ നമ്മൾ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പക്ഷേ ഈ ടൈപ്പ് 2 ഡയബറ്റീസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ ഇൻസുലിൻ ആക്ട് ചെയ്യാൻ സെൽസ് റെസിസ്റ്റൻ്റ് ആണ്. അതായത് ഇൻസുലിൻ്റെ ആക്ഷൻ സെല്ലിൽ വരില്ല. അതോടെ എന്ത് പറ്റും? ഗ്ലൂക്കോസ് ഒന്നും സെല്ലിനകത്തോട്ട് കയറില്ല. ഈ ഗ്ലൂക്കോസ് വിൽ ബി സർക്കുലേറ്റിംഗ് in your body and that will result in hyperglycemia or increased glucose level in the body. So mainly 3 types. You have type 1 diabetes where it is an absence of insulin or a very low presence of insulin. Type 2 diabetes
where the cells become insulin resistant. അതായത് സെൽസിന് ഇൻസുലിൻ്റെ ആക്ഷൻ സെൽസിൽ നടക്കുന്നില്ല. ആൻഡ് തേർഡ് ടൈപ്പ് ഇസ് എ ടെമ്പററി ടൈപ്പ് ഓഫ് ഡയബറ്റീസ് വിച്ച് ഹാപ്പൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിയിലെ ഹോർമോൺ വ്യത്യാസം കൊണ്ട് വരുന്ന ഡയബറ്റീസാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. പക്ഷേ ഇവരും ശ്രദ്ധിക്കണം, കാരണം ഇവർക്ക് വളരെയേറെ ചാൻസ് ഉണ്ട് അവർ ഫ്യൂച്ചറിൽ ഡയബറ്റിക്കായി മാറാൻ. സോ നമ്മൾ ആ പറഞ്ഞ 3 പോയിൻറ്റ്സ് ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് വെർ യുവർ ട്രീറ്റ്മെൻറ്റ് ഈസ് ഇൻസുലിൻ ബിക്കോസ് യു ആർ ഇൻസുലിൻ ഡെഫിഷ്യൻറ്റ്. ടൈപ്പ് 2 ഡയബറ്റീസ് ഇസ് മെയിൻലി ദ വൺ ദറ്റ് വി സീ കോമൺലി, നമ്മൾ കൂടുതലായി കാണുന്നതാണ് കമ്മ്യൂണിറ്റിയിൽ. അതായത് വണ്ണം കൂടിയവരിലോ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടോ ഒക്കെ വരുന്ന കൂടുതൽ ചാൻസാണ് ടൈപ്പ് 2 ഡയബറ്റീസ്, വേർ നമ്മളെ ഭക്ഷണ രീതികൾ കൊണ്ട് ഇതിൽ വന്നു പോകുന്ന രോഗങ്ങളാണ്, ജീവിതശൈലി രോഗത്തിൽപ്പെടുന്നതാണ് കൂടുതൽ ഇത്. ആൻഡ് തേർഡ് ഇസ് യുവർ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വെയർ ഇറ്റ് ഈസ് എ ഡിസീസ് മെയിൻലി കോമൺലി ഡ്യൂ ടു ആ പ്രഗ്നൻസിയിലെ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ഓക്കെ, നൗ ഡയബറ്റീസിൻ്റെ കോസസ് നമ്മൾ പറയുകയാണെങ്കിൽ ഡയബറ്റീസ് കോസ് റൈറ്റ്ലി എന്ന് പറയാനില്ലെങ്കിലും ഡയബറ്റീസിൻ്റെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന സാധനങ്ങളാണ് ഹൈ ബ്ലഡ് പ്രഷർ, നമ്മൾ ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഇന്ന് മിക്കവാറും എക്സസൈസ് ഒന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ. സോ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആൻഡ് യെസ് ഒബീസിറ്റി വെർ യു ബിക്കം ഫാറ്റ്, ദെൻ ഏജ് ആൻഡ് സ്മോക്കിംഗ്. സോ ഓൾ ദീസ് ടേൺ ആസ് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡയബറ്റീസ്. നൗ എപ്പോഴും നമുക്ക് പലരും പേഷ്യൻസും ഒക്കെ ചോദിക്കുന്നതാണ്, ഓക്കെ ഈ വണ്ണം കൂടിയതുകൊണ്ടാണോ? യെസ്, ടു ആൻ എക്സ്റ്റെൻറ്റ് യെസ്. ഒബീസിറ്റി ആൻഡ് ഡയബറ്റീസ് ഇസ് റിലേറ്റഡ്. ഇതെങ്ങനെയാണെന്ന് ഇപ്പം നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ, അതായത് ഇതൊരു നോർമൽ പേഷ്യൻ്റാണ്, നോർമൽ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. അവരെ പാൻക്രിയാസിൻ്റെ സെൽസാണ് ഈ താഴെ കാണിക്കുന്നത്. അപ്പോൾ നോർമലി അവർ ഭക്ഷണം കഴിക്കുന്നു, ഗ്ലൂക്കോസ് അപ്ടേക്ക് എടുക്കുന്നു, അതിന് ഇൻസുലിൻ സഹായിക്കുന്നു. പക്ഷെ അവർ വണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതോറും അവർ കഴിക്കുന്ന ഗ്ലൂക്കോസും കൂടുതലാണ്, അവരെടുക്കുന്ന ഭക്ഷണവും കൂടുതലാണ്. അപ്പം പാൻക്രിയാസിന് ഒരുപാട് പണിയായി, അവർ കൂടുതലായി പാൻക്രിയാസ് പണിയെടുക്കാൻ തുടങ്ങും. അപ്പോഴേക്കും അതിന് ആ സെല്ലിന് ക്ഷീണം വന്നു തുടങ്ങി. അവർ ഒബീസ് ആകുമ്പോഴോ അവർ വണ്ണം വളരെ കൂടുമ്പോഴോ പാൻക്രിയാറ്റിക് സെൽസ് ആർ എക്സോസ്റ്റഡ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ഫൈനലി യു ടേൺ ഔട്ട് ടു ബി ഡയബറ്റീസ്. സോ ഇഫ് യു ക്യാൻ ക്യാച്ച് ദ പേഴ്സൺ ഹിയർ, അവരെ ഇവിടെ നിന്ന് നമുക്ക് പിടിക്കാൻ പറ്റിയാൽ യെസ് യു ക്യാൻ ബ്രിങ് ഹിം ബാക്ക് ഹിയർ. ബട്ട് വൺസ് യു ഹവ് റീച്ച്ഡ് ദിസ് സ്റ്റേജ് ടു റിവേർട്ട് ബാക്ക് is little difficult. Now symptoms commonly പലരും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, കൂടുതലായിട്ട് ദാഹിക്കുന്നു, കൂടുതലായിട്ട് വിശപ്പ്, പിന്നെ യൂറിൻ പാസ് ചെയ്യുന്നത് കൂടും. എസ്പെഷ്യലി രാത്രി 1-2 തവണ അവർ രാത്രി ബാത്റൂമിൽ പോകേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെ വരുമ്പോഴാണ് ഇവർ യൂഷ്വലി ആൾക്കാർ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നത്, ഓക്കെ എനിക്ക് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഡയബറ്റിക് ആവാനുള്ള ചാൻസ് കൂടുതലാണോ? അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം, കാലിലും കൈക്കും തരിപ്പ്, പിന്നെ റെക്കറൻറ്റ് ഇൻഫെക്ഷൻ, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ മാറി അതിന് മരുന്ന് കഴിച്ചു പിന്നെ അടുത്തത്. സോ ദാറ്റ് ഈസ് വെൻ യു സസ്പെക്ട് ഇസ് ദെയർ സംതിങ് ദാറ്റ് ഐ എം മിസ്സിങ് ഔട്ട്, ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ള സസ്പിഷൻ നമ്മൾ വരുന്നത് അപ്പോഴാണ്. ഓക്കെ, ഇനി മിക്കവാറും എല്ലാവരും ഫാസ്റ്റിംഗ് ഷുഗേഴ്സിനെ കുറിച്ച് കേട്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗേഴ്സ് എപ്പോഴാണ് ഒരു ഡയബറ്റിക് അലാം അടിക്കുന്നത്? മോർ ദൻ 126 ആണെങ്കിൽ, ഇഫ് യുവർ ഫാസ്റ്റിംഗ് ഷുഗർ ഇസ് മോർ ദൻ 126, യെസ് ദെൻ യു ആർ റിയലി ഇൻ ടു ദറ്റ് ഡയബറ്റിക് റേഞ്ച്. ഫാസ്റ്റിംഗ് ഷുഗർ ലെസ് ദൻ 100 ആണോ? യെസ് യു ആർ ഇൻ ദ സേഫ് സോൺ. വാട്ട് അബൌട്ട് ഇൻ ദ മിഡിൽ 100 to 125 ആണെങ്കിൽ, യെസ് ദർ ഈസ് എ ചാൻസ് ദറ്റ് യു ക്യാൻ ടിപ്പ് ഇൻ ടു ദ ഡയബറ്റിക് റേഞ്ച്. സോ ഇവർ കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു ഫോൾ ഇൻ ടു ദിസ് കാറ്റഗറി സൂൺ. ഇനി അടുത്ത ടെസ്റ്റ് നമ്മൾ കോമൺലി ഡീൽ ചെയ്യുന്നതാണ് A1C ടെസ്റ്റ് ഓർ യുവർ HbA1c ടെസ്റ്റ്. എന്താണ് HbA1c ടെസ്റ്റ്? ഇറ്റ് ഈസ് യുവർ 3-month ആവറേജ് ഷുഗർ ലെവൽ. സോ ഇഫ് യു ഹാവ് എൻ HbA1c ബിലോ 5.7 or if it is 5.6 or below, you are in the safe zone. More than 6.5, 6.5-ന് മേലെയാണ് നിങ്ങൾ HbA1c എങ്കിൽ, യെസ് യു ആർ ഇൻ ദി ഡയബറ്റിക് റേഞ്ച്. മിഡിലാണെങ്കിൽ അഗെയിൻ ബി കെയർഫുൾ, വാച്ച് യുവർ ഷുഗേഴ്സ്, വാച്ച് യുവർ ഫുഡ്, എന്നിട്ട് എങ്ങനെയെങ്കിലും ബിലോ 5.7 ആവാൻ നമ്മൾ ശ്രമിക്കണം. സോ ഈ വാല്യൂസ് നമ്മൾ മനസ്സിലിരിക്കട്ടെ. ഫാസ്റ്റിംഗ് ഷുഗർ മോർ ദൻ 126 and your HbA1c more than 6.5, yes you are already reached the diabetic range. But if you are safe, if your fasting sugar is less than 99 and HbA1c below 5.7. ഇനി നമ്മൾ സങ്കീർണതകൾ ഓഫ് ഡയബറ്റീസ് ഒരുപാട് കൂടുതലാണ്. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്താ?
ഹൈ ഷുഗർ സർക്കുലേറ്റിംഗ് ഇൻ യുവർ ബോഡി. സോ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മൾ എന്ത് തന്നെ കഴിക്കുക, ഇറ്റ് വിൽ കൺവേർട്ട് ടു ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസാണ് ബ്ലഡ് സ്ട്രീമിലോട്ട് പോകുന്നത്. എന്നിട്ട് പാൻക്രിയാസ് ആണ് ഈ സമയത്ത് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് അപ്ടേക്ക് ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ സെല്ലിലേക്ക് തിരിച്ച് ഈ ഗ്ലൂക്കോസ്? നമ്മളെ ആക്ടിവിറ്റിക്ക് നമുക്ക് എനർജി വേണമെങ്കിൽ ഈ ഗ്ലൂക്കോസ് വേണം. സോ അതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇത്രയും ഭാഗം നമുക്കറിയാം. പക്ഷേ ഈ ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ഈ ഗ്ലൂക്കോസ് സർക്കുലേഷനിൽ കൂടി വരും. ഈ സർക്കുലേറ്റിംഗ് ഗ്ലൂക്കോസ് ഇഫ് ഇറ്റ് ഇസ് ഇൻ ഹൈ എക്സസ് ഓർ ഹൈപ്പർ ഗ്ലൈസീമിയ, ഒരുപാട് ഷുഗർ ഇൻ ദ ബോഡി, this is the root cause of all your complication of diabetes. Okay, now complications of diabetes നമ്മൾ പറയുകയാണെങ്കിൽ മേജർലി നമുക്ക് മേജർ കോംപ്ലിക്കേഷൻ പറയാം. അതായത് ഹാർട്ട് എപ്പോഴും, അതായത് ശരിക്കും നമ്മൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ 3 times ചാൻസ് ആണ് ഒരു ഡയബറ്റിക്കിന് ഹാർട്ട് ഡിസീസിലേക്ക് വരാൻ. പിന്നെ സ്ട്രോക്കിനുള്ള സാധ്യതകളും കൂടുതലാണ്. പെരിഫറൽ ആർട്ടറി ഡിസീസ്, അതായത് വെസലിൽ, അതായത് ചെറിയ ബ്ലഡ് വെസലുകളെല്ലാം ക്ലോഗായി നിന്ന് പെയിൻ വരുന്ന അവസ്ഥകളാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. ഇതാണ് മേജർ കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റീസ്. ഇനി ഹാർട്ട് ആൻഡ് ഡയബറ്റീസ്, യെസ്, ഈ നമുക്ക് ഷുഗർ വരുമ്പം ഡെഫിനറ്റ്ലി ഹാർട്ട് ഡിസീസിനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ കൂടെ ഹൈ കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് പ്രഷർ, ഇതെല്ലാം റിസ്ക് നമ്മൾ കൂട്ടുന്നു. So high blood pressure, unhealthy weight and a high cholesterol along with diabetes, then you are really more prone for heart disease. Yes, kidney disease. Kidney disease 10 times more chance ആണ് ഒരു ഡയബറ്റിക്കിന് കിഡ്നി ഡിസീസ് ഉണ്ടാവാൻ ദാൻ എ നോർമൽ പേഴ്സൺ. അപ്പം കിഡ്നി ഡിസീസിൽ എന്താണ് അതിൻ്റെ റൂട്ട് കോസ്? എന്താണ്? ഹൈ ബ്ലഡ് ഷുഗർ ദറ്റ് ഇസ് സർക്കുലേറ്റിംഗ്. അപ്പം നമ്മൾ കിഡ്നീൻ്റെ നോർമൽ ഫങ്ഷൻ എന്താ? ഫിൽട്രേഷൻ. ആ ഫിൽട്രേഷനെ പോലും ഹാം ചെയ്യുന്ന തക്ക വിധമാണ് ഈ ഹൈ ബ്ലഡ് ഷുഗർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും, നമ്മൾ നോർമലായി നമ്മൾ യൂറിനിൽ പോകാത്ത പ്രോട്ടീൻസ് യൂറിനിൽ കണ്ടു തുടങ്ങും. അങ്ങനെയാണ് പ്രോട്ടീൻസ് യൂറിനിൽ ഉണ്ടാകുന്നത്. ഇതിന് ടെസ്റ്റ് ചെയ്യുന്നതാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ ഓർ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ. ആൻഡ് യു ക്യാൻ ഓൾസോ ടെസ്റ്റ് യുവർ സീറം ക്രിയാറ്റിനിൻ ലെവൽ. ബ്ലഡിലെ ക്രിയാറ്റിനിൻ അളവ് നോക്കുമ്പോഴും നമ്മൾ കിഡ്നിയുടെ ഫങ്ഷനിങ് എത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, പിന്നെ വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് വിഷൻ. കണ്ണിനെ ബാധിക്കും, ഷുഗർ കണ്ണിനെ ബാധിക്കും. കാറ്ററാക്ട്, ഗ്ലോക്കോമ, ഇതെല്ലാം സാധ്യത ഏറുന്നു നമുക്ക് ഡയബറ്റിക് ആണെങ്കിൽ. ഇപ്പോൾ ഈ പിക്ചറിൽ കാണാം, നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളെ വിഷൻ, അതായത് 1 in 3 ഓഫ് ഡയബറ്റിക് ലൂസ് ദെയർ വിഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് യുവർ ഷുഗേഴ്സ് ബിക്കോസ് യു നീഡ് ടു കീപ് യുവർ വിഷൻ ഓൾ റൈറ്റ്. റെറ്റിനയിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ, അത് ഡീറ്റെയിൽഡ് കുറേ ചേഞ്ചസ് നമുക്ക് റെറ്റിനൽ വെസൽസിൽ വന്നിട്ടാണ് വിഷൻ ലോസ് ഉണ്ടാകുന്നത്. ഇനി ഡയബറ്റിക് ന്യൂറോപ്പതി, നമ്മളെന്നും പലരും പേഷ്യൻസ് പറഞ്ഞു കേൾക്കുന്നതാണ് തരിപ്പ്, കൈക്കും കാലിനും തരിപ്പ് വരുന്നതിൻ്റെ റീസൺ എന്താ? ഈ ഹൈ ഷുഗേഴ്സ് തന്നെയാണ് അവിടുത്തെ ഞരമ്പുകളെ നമ്പാക്കി മാറ്റുന്നത്. ഈ നംനെസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മളെ സെൻസേഷൻ, അതായത് എവിടെയെങ്കിലും തട്ടിയാലോ ചൂടുവെള്ളം വീണാലോ ഒന്നും അവരറിയണമെന്നില്ല. നല്ല തരിപ്പ് പെയിന് വരാം, അല്ലെങ്കിൽ പിന്നെ ചൂടോ തണുപ്പോ ഒന്നും മനസ്സിലാകണമെന്നില്ല. പിന്നെ ഗ്ലൗസ് ഈ ടിപ്പിലും കൈക്കും കാലിനും തരിപ്പ് അങ്ങനെ വരാം. സോ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദേ ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ അബൌട്ട് യുവർ ഫുഡ്. എവിടെയെങ്കിലും വെച്ച് തട്ടി മുറിഞ്ഞു അതൊന്നും പേഷ്യൻസ് അറിയണമെന്നില്ല. അവിടെ ഒരു അൾസറായി അത് ഹീലാകാൻ വൈകാനുള്ള ചാൻസും കൂടുതലാണ്. സോ ദിസ് ഇസ് എ ഡയബറ്റിക് ഫുഡ്. അതായത് നമുക്ക് തരിപ്പും ഇതൊക്കെ വന്നു, മുറിഞ്ഞത് നമ്മൾ അറിഞ്ഞില്ല, ആ അൾസർ കൂടി ഫൈനലി ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു ആൻ ആംപുട്ടേഷൻ. So now how do we prevent this? We should be extremely careful about your food. Okay, എപ്പോഴും ഡയബറ്റിക്സിൽ പറയുന്ന കാര്യമാണ് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഫുഡ് ജസ്റ്റ് ലൈക്ക് ഹൗ യു ടേക്ക് കെയർ ഓഫ് യുവർ ഫേസ്. അതായത് മുഖം നമ്മൾ എത്ര ശ്രദ്ധിക്കുമോ അത്രയേറെ നമ്മൾ ഒരു ഡയബറ്റിക് ആണെങ്കിൽ അവരെ കാലുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് യൂഷ്വലി പറയുക. അതായത് യു ഷുഡ് ബി ഓരോ ഡെയിലി മേക്ക് ഇറ്റ് എ റുട്ടീൻ ടു ലുക്ക് യുവർ ഫീറ്റ്. അത് വാഷ് ചെയ്യണം, നന്നായി തുടയ്ക്കണം, അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും വരുന്നില്ലല്ലോ എന്ന് നോക്കണം, മുറിവുകളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കണം. എപ്പോഴും ഡോണ്ട് ഗോ ബെയർ ഫുട്ട്, കാലിൽ എപ്പോഴും ചെരുപ്പിട്ടുകൊണ്ട് നടക്കുക. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട്
ആൾക്കാർക്കുള്ള പ്രശ്നമാണ് സ്കിൻ ചേഞ്ചസ്. ഡയബറ്റിക് സ്കിൻ ചേഞ്ചസ്, ഒരുപാട് സ്കിൻ ചേഞ്ചസ് വരാം. സ്റ്റാർട്ടിങ് ഫ്രം ഡ്രൈ സ്കിൻ ടു കൊപ്പള പോലെ വരുന്നതോ, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് ഓഫ് യുവർ എക്സ്ട്രിമിറ്റീസ്, അല്ലെങ്കിൽ കഴുത്തിന് പിന്നിലെ കറുത്ത നിറം, ഇതെല്ലാം ഡയബറ്റിക് ചേഞ്ചസിന് കൊണ്ടുവരുന്ന സ്കിൻ ചേഞ്ചസ് ആണ്. ഓക്കെ, ഇനി ബാക്ക് ടു ആർ പേഷ്യൻറ്റ്. നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. സോ അവർ 3 വർഷമായിട്ട് ഒന്നും ട്രീറ്റ് ചെയ്തിട്ടില്ല. അവരെ HbA1c ഇന്ന് 10.1 ആണ്. അതായത് 10.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർ അബവ് യുവർ നോർമൽ റേഞ്ച്. സോ ഹീ ഈസ് എൻ അൺകൺട്രോൾഡ് ഡയബറ്റിക്. വാട്ട് ഈസ് ഹിസ് ഫാസ്റ്റിംഗ് ഷുഗർ? 260, അതും ഹൈ ആണ്. ആൻഡ് യൂറിൻ മൈക്രോ ആൽബമിൻ നമ്മൾ നേരത്തെ കണ്ടു, ആ യൂറിൻ മൈക്രോ ആൽബമിൻ ടെസ്റ്റ്. അതായത് യൂറിനിൽ അത്രയും പ്രോട്ടീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ there is a beginning of diabetic nephropathy and urine sugars are still present in urine. പിന്നെ അവർ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു, കൈക്കും കാലിനും തരിപ്പുണ്ട്. സോ ദാറ്റ് ഈസ് ബിഗിനിങ് ഓഫ് ഡയബറ്റിക് ന്യൂറോപ്പത്തി. സോ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ ഇപ്പം നിങ്ങൾ കേട്ട നിങ്ങളിൽ 2 കാറ്റഗറീസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 3 കാറ്റഗറീസ് ആണ് ഉണ്ടാവുക. ഒന്നിക്ക് യു ആർ എ ഡയബറ്റിക്, ഓർ യു ആർ ഓൺ ദ വേ, ഓർ യു പ്രീ ഡയബറ്റിക്, or maybe you are somebody who is very normal sugars. So now what do you do after hearing all this? ഇനി എന്താ നെക്സ്റ്റ് റെസ്പോൺസ് നമ്മളത് എന്താ? ഓക്കെ, ഇഫ് യു ആർ എ ഡയബറ്റിക്, ഇപ്പം ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളൊരു ഡയബറ്റിക് ആണെങ്കിൽ I can tell you, please monitor your ABC. What is your ABC? Please monitor your HbA1c. അതായത് make sure that every 3 months you do your HbA1c test. Don't do it in between, you can just do it every 3 months. എല്ലാ 3 മാസം കൂടുമ്പോഴും make sure that you do your HbA1c test. Make sure you monitor your blood pressure and make sure you monitor your cholesterol levels. So what are your ABCs? You maintain or monitor your HbA1c, monitor your blood pressure and monitor your blood cholesterol. And I can add a D and an E. What is D? Make sure if you are a diabetic, doctor must have prescribed. എന്തായാലും നിങ്ങൾക്ക് മെഡിസിൻസ് തന്നു കാണും. Make sure you follow your drugs. Whatever medicine you are on, please follow it. Be compliant to it. And then I can add an E, which is exercise and eat healthy. So maintain your ABCDE, which is A1C, monitor your A1C, monitor your blood pressure, monitor your cholesterol, make sure you're eating healthy, exercise well, and you follow your drugs. ഓക്കെ, വാട്ട് ഇഫ് യു ആർ എ പ്രീ ഡയബറ്റിക്? നിങ്ങളൊരു ഡയബറ്റിക് റേഞ്ച് അല്ല, എന്നാൽ നോർമലും അല്ല, ആ റേഞ്ചിൽ കിടക്കുന്ന ആളാണെങ്കിലോ? മേക്ക് ഷുവർ യു ഈറ്റ് ഹെൽത്തി ആൻഡ് ട്രൈ ടു കം ബാക്ക് ടു ദ നോർമൽ സ്റ്റേറ്റ്. സോ ടു കൺക്ലൂഡ് the talk, I can say, if you are a diabetic, make sure, please follow. അതാണ് ടേക്ക് ഹോം മെസ്സേജ്. ഇത് ഹോൾ ഡയബറ്റിക്കിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ഇതൊന്നും അല്ല, ഇതിനപ്പുറം കോംപ്ലിക്കേഷൻസ് ഡയബറ്റീസിന് വരാം. എന്നാലും the take home message is, if you are a diabetic, please follow your ABC. HbA1c test, blood pressure, cholesterol, you take your drugs on time and exercise well. And if you are a pre-diabetic or a normal person, try to eat healthy and come back and revert to the normal level. Okay, അടുത്ത നമുക്കിനി ഒരു സെഷൻ കൂടെ ഉണ്ട്, how you revert the diabetes, reversal of diabetes, അല്ലെങ്കിൽ ഡയബറ്റീസിന് തിരിച്ചു വരവ് സാധ്യമാണോ, അത് ഡോക്ടർ സനീഷ് സർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലിടാം, അത് ഞങ്ങൾ അതിനനുസരിച്ച് ആൻസർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ഡോക്ടർ സനീഷ്, ഇവിടെ കൺസൾട്ടൻറ്റ് സയൻറ്റിസ്റ്റായി അശ്വിനി ഡയഗ്നോസ്റ്റിക് സർവീസിൽ വർക്ക് ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ ഡയന ഫോർ ദ കൈൻഡ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് ഡയബറ്റീസ് റിവേഴ്സൽ, അതായത് ടൈപ്പ് 2 ഡയബറ്റീസാണ് ഉദ്ദേശിക്കുന്നത്. അത് മരുന്നിൻ്റെ സഹായമില്ലാതെ നിയന്ത്രിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അത് സാധിക്കും എന്നുള്ളതാണ് പുതിയ ചില പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ഒരു പുതിയൊരു ലാൻഡ്സെറ്റ് സ്റ്റഡി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു ICMR ബേസ്ഡ് സ്റ്റഡിയാണ്. അതിൽ നമ്മൾ കേരളത്തിൻ്റെ ഡയബറ്റിക്സ് അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസീസിനെ പറ്റി ഒരു അലാമിംഗ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് 4 കേരളത്തിൽ ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർ ഡയബറ്റിക് ആണെന്നാണ് പറയുന്നത്.
അതിൻ്റെ എക്സാക്ട് പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 23.6% ഹാവിങ് ഡയബറ്റീസ്. പിന്നെ പ്രീ ഡയബറ്റിക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു 19% ആളുകൾക്കും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ 44% ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ വലിയ തോതിൽ കൂടിയ തോതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ എല്ലാ മെറ്റബോളിക് ഡിസോർഡറും ഉണ്ടാവാൻ കാരണം നമ്മളെ ഭക്ഷണക്രമത്തിലും ഉള്ള ചില വ്യത്യാസങ്ങളും വ്യായാമം ഇല്ലായ്മയുമാണ്. അപ്പം ഇത് രണ്ടും പരിഹരിച്ചാൽ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. ഈ ഡേവിഡ് അൺവിൻ 2020 പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിൽ പറയുന്നത്, അദ്ദേഹം ഒരു സ്റ്റഡി നടത്തി ക്ലിനിക്കലി കുറേ ആളുകൾക്ക് കുറഞ്ഞ അന്നജത്തിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ കൊടുത്ത് അവരെ നിരീക്ഷിച്ചു. അങ്ങനെ 23 മാസത്തെ ഈ സ്റ്റഡിയിൽ അദ്ദേഹത്തിന് പ്രീ ഡയബറ്റിക്സ് എന്ന കണ്ടീഷനുള്ളവർ 97%, മറ്റുള്ളൊരു പകുതി ആളുകളെയെങ്കിലും ഡയബറ്റീസ് ഡ്രഗ്, അതായത് മരുന്നുകളുടെ സഹായമില്ലാതെ ഡയബറ്റീസ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായി കാണപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ ഒരു ക്ലിനീഷ്യന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരു റെക്കമെൻഡേഷൻ 2022 പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ഡയബറ്റീസ് എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ ഡയന മാഡം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് പറയുകയാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത് ലാൻസെറ്റിൽ റോയ് ടൈലർ 2019 ഒരു റിവ്യൂ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലാവുന്ന എനർജി നിങ്ങൾക്കറിയാം കൊഴുപ്പ് രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. ഈ കൊഴുപ്പ് നമ്മുടെ ലിവർ, അതായത് കരൾ വലിച്ചെടുക്കും, കരളിൽ സംഭരിക്കപ്പെടും. അതുകൂടാതെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ചുറ്റും സംഭരിക്കപ്പെടുകയും പാൻക്രിയാസിൽ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യും. ഇതാണ് ടൈപ്പ് 2 ഡയബറ്റീസിന് വൺ ഓഫ് ദി മെയിൻ കാരണം. ഈ ഫാറ്റ്, ഈ അമിതമായ കൊഴുപ്പ് നമുക്ക് നീക്കം ചെയ്യാൻ സാധിച്ചാൽ ഡയബറ്റീസിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മുടെ സ്കെലിറ്റൽ മസിലിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ ആവശ്യത്തിനുണ്ടെങ്കിലും ആവശ്യത്തിന് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യാൻ മടിക്കുന്ന ഈ മസിൽസിനെ നമുക്ക് എങ്ങനെ റിവേർട്ട് ചെയ്യാൻ പറ്റിയാൽ അതും ഡയബറ്റീസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളും നമുക്ക് ഡയറ്റ് കൺട്രോൾ പിന്നെ എക്സസൈസുമാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. അതിൽ ചെറിയ തെറ്റുകളാണ് നമുക്ക് ഈ നമ്മൾ വിചാരിച്ച അത്ര തോതിൽ ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ കുറയ്ക്കാൻ പറ്റാത്തതിന് കാരണം. എക്സാമ്പിൾ, നമ്മൾ ചോറ് മാറ്റി ചപ്പാത്തി കഴിച്ചാലോ, അതുപോലെ ഒരു ധാന്യം മാറ്റി ഓട്സ് കഴിച്ചാലോ, ഇതെല്ലാം ധാന്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കൂടുതൽ അന്നജം ശരീരത്തിലെത്തുകയും അത് വീണ്ടും സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളിപ്പം കഴിക്കുന്ന അതിൽ ഏറ്റവും കൂടുതൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആൾ കഴിക്കുന്ന മെറ്റമോർഫിൻ എന്ന് പറയുന്ന ഡ്രഗ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ്, അത് അബ്സോർപ്ഷൻ ചെറുകുടലിൽ കുറയ്ക്കുകയും ലിവറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസ് തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥ ഇല്ലാതാക്കുകയും അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതേ കാര്യം തന്നെയാണ് ഡയറ്റ് പ്ലാനിൽ കൂടി ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ എന്തൊക്കെ കഴിക്കരുത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതായത് നമ്മൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതായത് സ്വീറ്റ്സ്, പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അത് പെട്ടെന്ന് ഭക്ഷണത്തിൽ ഈ ഗ്ലൂക്കോസ് കൂടുന്നതിന് ഒരു തോതുണ്ട്, അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നാണ് പറയുക. നിങ്ങൾക്ക് ഓരോ വസ്തു കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എത്രയാണെന്ന് നോക്കുക. 55-ന് മുകളിലുള്ള ഒരു വസ്തുവും നിങ്ങൾ ഒരു ഭക്ഷണ പദാർത്ഥവും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പം ആ പറഞ്ഞതിലുള്ളതാണ് നമ്മൾ എല്ലാതരം പഞ്ചസാരകളും, പിന്നെ നമ്മൾ വൈറ്റ് റൈസ്, അതുകൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങൾ, റിഫൈൻഡ് മൈദയിലുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും, അതായത് ബിസ്ക്കറ്റ്, നിങ്ങൾ ബേക്കറി ഐറ്റംസ് മിക്കവാറും അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാം, എന്ത് കഴിക്കാം, എപ്പോൾ കഴിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മൾ ഇപ്പോൾ ഒരു ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നോക്കാം, അതിൽ സൈറ്റ് ലിങ്ക് ഇതിൽ കൊടുക്കുന്നതാണ്. അവർ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു 9 ഇഞ്ച് വ്യാസമുള്ളൊരു പ്ലേറ്റ് എടുക്കുക, അതിന് നേർപകുതി പച്ചക്കറി, അതായത് ഇലക്കറികൾ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതായത് സ്റ്റാർച്ചി അല്ലാത്ത പച്ചക്കറികളൊക്കെ തന്നെ ഉപയോഗിക്കാം. ഉദാഹരണം ക്യാരറ്റ്, സ്പിനാച്ച്, അതുപോലുള്ള ഇലക്കറികൾ അത് കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ തക്കാളി, കോവയ്ക്ക, വെള്ളരി ഇതൊക്കെ ഉപയോഗിക്കാം. ബാക്കി ഒരു 1/4 ഭാഗത്ത് നിങ്ങൾ നിർബന്ധമായും പ്രോട്ടീൻ കഴിച്ചിരിക്കണം. കാരണം നമ്മൾ മസിൽസിന് വേണ്ടി പ്രോട്ടീൻ ആവശ്യമാണ്. അതുകൊണ്ട് നിർബന്ധമായും ഒരു 1/4 ഭാഗം പ്രോട്ടീൻ കഴിക്കുന്നത് ലീൻ പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. അത് മീനാവാം, ചിക്കനാവാം, അല്ലെങ്കിൽ പയർ മുളപ്പിച്ചതോ അല്ലെങ്കിൽ പയറോ അല്ലെങ്കിൽ കടലയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത പകുതിയിൽ നിങ്ങൾ തവിട് കളയാത്ത ധാന്യം, അതായത് ഹോൾ വീറ്റ് ഗ്രെയിൻസ് എന്ന് പറയാമല്ലോ, നിങ്ങൾ തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കുക. അതിൽ അങ്ങനെയുള്ള ധാന്യമാണെങ്കിൽ ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ചോറാണെങ്കിൽ അതിൻ്റെ അളവ് വളരെ നിജപ്പെടുത്തുക. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങളൊരു കപ്പ് തൈര് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം തൈരിൽ വൈറ്റമിൻ ഡി, അതുപോലെ കാൽഷ്യം, മാഗ്നീഷ്യം എന്നിവയുണ്ട്. അതുകൂടാതെ നമ്മളെ നല്ല ബാക്ടീരിയകൾ ആ ഭക്ഷണത്തിലുണ്ട്. ഈ നല്ല ബാക്ടീരിയകളും ഡയബറ്റീസ് കുറയ്ക്കാനും അല്ലെങ്കിൽ മാനേജ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പച്ചക്കറികൾ എന്തുകൊണ്ട് കഴിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾ നന്നായിട്ട് ഡയറ്ററി ഫൈബർ ഉണ്ട്. നിങ്ങൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഫൈബർ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യമുണ്ട്. അപ്പോൾ ഫൈബർ കൂടുതൽ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ. അപ്പോൾ ആദ്യം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പച്ചക്കറികളാണ് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മീറ്റും പിന്നെയുള്ള ഈ ധാന്യങ്ങളുള്ള വിഭവം കഴിക്കുക. ആ ഓർഡറിൽ കഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയായിരിക്കണം ഒരു മെയിൻ ലഞ്ച് കഴിക്കേണ്ടത്. നിങ്ങൾക്ക് പിന്നെ എങ്ങനെ കഴിക്കണം, ഏറ്റവും നല്ല ഭക്ഷണശീലം ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് രാവിലെ 6 മണിക്ക് വീണ്ടും ഭക്ഷണം കഴിച്ച് തുടങ്ങും. അങ്ങനെയാകുമ്പോൾ നമ്മൾ 8 മണിക്കൂർ മാത്രമാണ് ഫാസ്റ്റിംഗ്, ബാക്കി 16 മണിക്കൂർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും നല്ല ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടുള്ളതാണ്. 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിക്കുക, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേന്ന് ഒരു 11 മണിയാകുമ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ 16 മണിക്കൂർ വിൻഡോ ആയി. നിങ്ങൾ അത് ഒരു 7 മണിക്കാണെങ്കിൽ പിറ്റേന്ന് 11 മണിക്ക്, 8 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ പിറ്റേന്ന് 12 മണിക്ക്, അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 8 to 16 ഒരു വിൻഡോ കിട്ടും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫാസ്റ്റിംഗ് സമയത്താണ് നിങ്ങളെ സെൽസ് റിപ്പയർ ചെയ്യുവാൻ വളരെ സഹായമാണ്. അപ്പോൾ നിങ്ങൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഡയബറ്റീസ് ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ലിവറും അല്ലെങ്കിൽ പാൻക്രിയാസിനും ഒക്കെയുള്ള കേടുകളൊക്കെ അത് സ്വയം പരിഹരിക്കാനും ഇത് സഹായകരമാണ്. അതുകൂടാതെ ഇത് ശരീരത്തിലെ കൊഴുപ്പ് ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കാനും ഇത് സഹായിക്കും. നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ നടത്തമാണ്. അപ്പോൾ സാധാരണ നടത്തം ഒരു നല്ല എക്സസൈസായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾ കുറച്ച് വേഗത്തിൽ നടക്കുമ്പോൾ 2 വാക്കുകൾ പറയുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ശ്വാസം മുട്ടുക അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മോഡറേറ്റ് ആണ്. നിങ്ങൾക്ക് തീരെ സംസാരിക്കാൻ പറ്റാതെ അത്രയും സ്പീഡിൽ നിങ്ങൾ ഓടുമ്പോൾ അത്രയും ഹാർട്ട് റേറ്റ് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് അതാണ് ചെയ്യേണ്ട എക്സസൈസ്. അപ്പോൾ എക്സസൈസിൽ ആദ്യത്തെ എക്സസൈസ് കാർഡിയോ എക്സസൈസാണ്. ഈ കാർഡിയോ എക്സസൈസാണ് എല്ലാവരും പറയുന്നത് എല്ലാ ദിവസവും 30 മിനിറ്റ് വെച്ചിട്ട് 5 ദിവസം അങ്ങനെ 150 മിനിറ്റ് ചെയ്യണം. ഇതിന് പുറമേ നമ്മൾ നിർബന്ധമായിട്ടും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യുമ്പോൾ നമ്മളെ മസിൽസിനുണ്ടാകുന്ന അതായത് ഗ്ലൂക്കോസ് സെൽസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ ഗ്ലൂക്കോസ് സെൽ അത് ഉപയോഗിക്കും. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ അവസ്ഥ മസിൽസിനെ ഓവർകം ചെയ്യാൻ പറ്റും നമ്മൾ മസിൽസ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ. അത് മാത്രമല്ല, നമ്മൾ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഇരുന്ന കസാലിന് എഴുന്നേൽക്കുമ്പോൾ നടുവേദന, പുറം വേദന, കഴുത്ത് വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മസിൽ സ്ട്രെങ്ത്ത് കുറയുന്നത് കൊണ്ടാണ്. ഇത് ഒഴിവാക്കാം.
പിന്നെ പ്രായം ആവുന്നത് കൊണ്ടുണ്ടാകുന്ന ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് വീഴുക, ശക്തി കുറവ്, കൈകാൽ തെരിപ്പ്, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ കുറയ്ക്കുവാനും ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാത്ത ഒരു എക്സസൈസാണ് മസിൽ സ്ട്രെങ്തനിങ്. അത് എല്ലാവരും വിചാരിക്കും മസിൽ സ്ട്രെങ്തനിങ് ചെയ്തിട്ട് എന്താ കാര്യം, എനിക്കിങ്ങനെ 6 പാക്ക് ബോഡി വേണ്ട, അങ്ങനെ മസിൽസ് ഉരുട്ടി നടക്കണ്ട. പക്ഷേ നിങ്ങൾ ഒരു മിനിമം മസിൽ സ്ട്രെയിനിങ് ചെയ്യണം. നിങ്ങൾ അതിനായിട്ട് ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഓരോ കോർ മസിൽസ് എക്സസൈസ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമ്പിൾ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംസിനുള്ള എക്സസൈസ് ചെയ്യാം. അതുപോലെ പുഷപ്പ്, പുള്ളപ്പ്, നിങ്ങൾ ഓൺ വെയിറ്റ് കൊണ്ട് ചെയ്യാവുന്ന എക്സസൈസ്, സിറ്റപ്പ്, ഇങ്ങനെയുള്ള എക്സസൈസൊക്കെ ചെയ്യാം. ഇത് നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യണം. സ്ട്രെച്ചിങ് എക്സസൈസ് നമുക്ക് വഴക്കത്തിന്, ഫ്ലെക്സിബിലിറ്റിക്ക് ആവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ബാലൻസ് കിട്ടാൻ വേണ്ടി ബാലൻസിങ് എക്സസൈസ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നടക്കുക, പിന്നെ അങ്ങനെയുള്ള ചില എക്സസൈസാണ് ബാലൻസിന് വേണ്ടിയുള്ള എക്സസൈസുകൾ. ഇങ്ങനെ 4 തരത്തിലുള്ള എക്സസൈസുകൾ നിർബന്ധമായിട്ട് ചെയ്യുക. ആദ്യത്തെ എക്സസൈസ് കാർഡിയോ, ഞാൻ പറഞ്ഞതുപോലെ കാർഡിയോ എക്സസൈസ്. അത് കഴിഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ്. നമ്മൾ ഡയബറ്റിക് റിവേഴ്സലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ട്രെയിനിങ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാലൻസിനുള്ള എക്സസൈസ് ചെയ്യണം, ഫ്ലെക്സിബിലിറ്റിക്കുള്ള എക്സസൈസും ചെയ്യണം. ഫ്ലെക്സിബിലിറ്റിക്കുള്ള എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറേയധികം പെയിനുകളൊക്കെ ഒഴിവാക്കാനും സഹായിക്കും. നല്ലൊരു അതിനുവേണ്ടി നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ഏറ്റവും നല്ലതാണ് യോഗ. പിന്നെ അത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡയബറ്റീസിൻ്റെ ലെവൽ കുറയും. അതായത് ഡയബറ്റീസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ മരുന്ന് എത്രത്തോളം കഴിക്കുന്നുണ്ട് അനുസരിച്ച് നിങ്ങളുടെ ഫിസിഷ്യൻ പറഞ്ഞതനുസരിച്ച് വേണം നിങ്ങളിത് ചെയ്യാൻ. അത് കൂടാതെ നമ്മൾ ഇത് മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. 4ാമത്തെ കാര്യം മോണിറ്ററിങ്. എങ്ങനെയാണ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡയബറ്റിക്സ് കൺട്രോൾ, അതായത് നിങ്ങളിപ്പോൾ മരുന്നില്ലാതെ നിങ്ങൾ ഒരു 5.5 താഴെയാണ് നിങ്ങളുടെ HbA1c ലെവൽ എങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾഡ് ആണ്. അതായത് പിന്നെ വേറൊരു കണ്ടീഷൻ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം കേരളത്തിൽ ഞാൻ പറഞ്ഞു പ്രീ ഡയബറ്റീസ്, അതായത് ഡയബറ്റീസിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലൊക്കെ തന്നെ ഒരു 3 അല്ലെങ്കിൽ അപ്പം പ്രീ ഡയബറ്റിക് കണ്ടീഷനിലാണെന്നാണ് പറയുന്നത്. അവർ ഒരു 1 to 10 വർഷത്തിനുള്ളിൽ ഡയബറ്റീസിലേക്ക് മാറും. ഇവർക്കും ഇതേ ഡയറ്റും എക്സസൈസും ഈ അവസ്ഥയിൽ നിന്ന് ഒഴിവാകാൻ സഹായിക്കും. പിന്നെ ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് എക്സസൈസും ഇതുപോലെ ഈ ഡയറ്റും ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളെ വെയിറ്റ് മാനേജ് ചെയ്യാനും പറ്റുന്നതാണ്. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇനി ഇൻഫർമേഷനോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചാറ്റ് ചെയ്യാവുന്നതാണ്. ചാറ്റിംഗ് വിൻഡോ ഓപ്പൺ ആണ്. നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു ഓൾ.